അത് തന്നെയാണ് ഈ മേയറായി ചുമതല ഏറ്റപ്പോൾ ഏറ്റവും വലിയൊരു പ്രതിസന്ധി അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രതിസന്ധി എന്തായിരുന്നു നേരിട്ടിട്ടുണ്ടായിരുന്നത്? വെല്ലുവിളി ഞാൻ പറയാം. മേയറായി ചുമതലയേറ്റപ്പോൾ ഞങ്ങൾക്ക് എങ്ങനെ ഭരണം കിട്ടിയെന്നതാണ് ഞാൻ ആലോചിച്ചത്. ഞങ്ങൾക്ക് ഭരണം കിട്ടാൻ കാരണം ഞങ്ങൾ UDFൻ്റെ ഒരു പ്ലസ് എന്നതിനേക്കാൾ ഉപരി ഞങ്ങൾക്ക് തൊട്ടുമുണ്ടായിരുന്ന കൗൺസിലുണ്ടായിരുന്നു. അതിൽ മേയർ അനിൽകുമാറും അന്ന് 2.5 വർഷം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു. 2005-2010 ആ കൗൺസിൽ പെർഫോം ചെയ്യാത്ത കുറേ മേഖലകളുണ്ട്. അതുകൊണ്ട് ആണ് ഒരു ആൻറ്റി ഇൻകംബൻസി അതിനെതിരെ ഉണ്ടായിരുന്നു, ഭരണത്തിനെതിരെ ഒരു വികാരം ഉണ്ടായിരുന്നു. അതിൽ റോഡുകളായിരുന്നു. ഏതാണ്ട് കൊച്ചി കോർപ്പറേഷൻ്റെ ഒരു 70-75% റോഡുകൾ സഞ്ചാരയോഗ്യമല്ലാതെ കുണ്ടും കുഴിയായി കിടക്കുകയായിരുന്നു. കാരണം ആ വർഷത്തെ വർക്ക് കോർപ്പറേഷൻ ചെയ്തില്ല. മറ്റൊന്ന് മാലിന്യ നിർമ്മാർജ്ജനമായിരുന്നു. ബ്രഹ്മപുരം അന്നും പ്രശ്നമായിരുന്നു. ബ്രഹ്മപുരത്ത് മാലിന്യ സംസ്കരണമില്ലാതെ ലക്ഷക്കണക്കിന് ടൺ കുമിഞ്ഞുകൂടി കിടക്കുന്നു. അപ്പോൾ റോഡും മാലിന്യമായിരുന്നു ഞങ്ങളുടെ മുമ്പിൽ വലിയൊരു ടാസ്ക്. കയറി ആദ്യത്തെ ഒരു മാസം 2 മാസമൊക്കെ ഒരാളുകളൊരു കൺസെഷൻ പീരീഡ് നമുക്ക് തരും, ഒരു ഹണിമൂൺ പീരീഡ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നീട് ചോദ്യങ്ങൾ വരും, എന്തുകൊണ്ട് തുടങ്ങില്ല, ചെയ്തില്ല എന്നുള്ള ചോദ്യങ്ങൾ വന്ന് അത് പരിഹരിക്കാൻ ആവശ്യമായി പെട്ടെന്ന് തന്നെ ചെയ്യാൻ ആവശ്യമായ ഒരു സാഹചര്യം കോർപ്പറേഷൻ ഉണ്ടായില്ല. സാമ്പത്തിക പരിമിതി പലതും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2011 മെയ് മാസത്തിൽ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. UDFൻ്റെ ഭരണം കടന്നു വരികയാണ്. UDF ഭരണം വന്നു. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി, എറണാകുളം ജില്ലയിൽ നിന്ന് ശ്രീ K. ബാബു മന്ത്രിയായി. അപ്പോൾ ഞങ്ങൾക്കൊരു ആശ്വാസമുണ്ട്, ഗവൺമെൻറ് വന്നല്ലോ, ഗവൺമെൻറ്റിന് പിന്തുണയുണ്ടാവുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നു, ഞാനിങ്ങനെ ഒരു ദിവസം മേയറുടെ ഓഫീസിലിരിക്കാൻ നേരത്തെ എനിക്കൊരു കോൾ വരികയാണ്, മന്ത്രി K. ബാബുവിൻ്റെ. അദ്ദേഹത്തിൻ്റെ ഫോണിൽ സന്ദേശം, ഞാൻ ക്യാബിനറ്റ് മുറിയിലേക്ക് കയറാൻ പോവുകയാണ്, ഏത് മന്ത്രിസഭാ യോഗത്തിൽ കയറുകയാണ്, പെട്ടെന്ന് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡുകളുടെ ലിസ്റ്റ് ഇതാ, അത് സഞ്ചാരിക്കാനുള്ള ഫണ്ട് അനുവദിച്ചു തരാം, പെട്ടെന്ന് തരാം, 1 മണിക്കൂറിൽ ക്യാബിനറ്റ് തീരണതിന് കിട്ടണമെന്ന് പറയും. ഞാനപ്പോൾ തന്നെ എഞ്ചിനീയർമാരെ വിളിച്ചു പെട്ടെന്ന് നമ്മുടെ റോഡുകൾ, പ്രധാന റോഡുകളെന്ന് പറഞ്ഞാൽ, അപ്പോൾ പ്രധാന റോഡുകൾ ഏതൊക്കെയാണ്, അപ്പോൾ അതിന് വീതി ഒരു 5 മീറ്ററെങ്കിലും മേൽ വീതിയുള്ളതായിരിക്കണം. ഒരു 17 റോഡുകളുടെ ലിസ്റ്റ് എടുത്ത് അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് ഫാക്സ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ ചെയ്തു കൊടുത്തു. പിന്നെ ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം പിന്നെയും അദ്ദേഹം വിളിക്കുക തന്നെ, നിങ്ങൾ തന്ന ആ 17 റോഡുകൾ ക്യാബിനറ്റ് അംഗീകരിച്ചിട്ടുണ്ട്, പാസ്സാക്കിയിട്ടുണ്ട്. എനിക്കുണ്ടായൊരു സന്തോഷം. കാരണം എനിക്ക് പെർഫോം ചെയ്യണം എന്നുള്ള ഒരു പുതുമക്കാരൻ്റെ പുത്തനച്ച് പുരപ്പുറത്ത് നിൽക്കുന്നവർ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആവശ്യത്തേക്കുമ്പോഴുള്ള ഇങ്ങനെ ആ 17 റോഡുകൾക്ക് 33 കോടി രൂപയാണ് ഗവൺമെൻറ് അനുവദിച്ചത്. ഗവൺമെൻറ് ഏജൻസിയായ കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ വഴി അത് അവർ നേരിട്ട് ഗവൺമെൻറ്റിനെ ടാർ ചെയ്തു. എനിക്കതിലുണ്ടായ സന്തോഷമേ ക്യാബിനറ്റ് അജണ്ടയിൽ ഇല്ലാത്തതായിരുന്നു. ക്യാബിനറ്റ് കൂടുമ്പോൾ നേരത്തെ അജണ്ട ഉണ്ടാവുമല്ലോ, ഇത് അഡീഷണൽ അജണ്ടയായി അവിടെ വെച്ച് അദ്ദേഹം അവതരിപ്പിച്ച് CM അത് സമ്മതിച്ച് 17 റോഡുകൾ ഞങ്ങൾക്ക് സഞ്ചാരയോഗ്യമാണ്. പിന്നീട് ഞങ്ങൾ ചെറിയ വഴികളും വീതിയുള്ള റോഡുകളും ടൈല് ബാക്കി തുടങ്ങി. അന്നേ വരെ കൊച്ചിൻ കോർപ്പറേഷനകത്ത് ടൈലിട്ട റോഡുകളില്ല. ഇപ്പോൾ നമുക്ക് വ്യാപകമായി കാണാം ടൈലിട്ടോ. എൻ്റെ കൗൺസിൽ ആരംഭത്തിലാണ് ആ കൺസെപ്റ്റിലോട്ട് മാറി ടൈൽ റോഡുകൾ. ഇപ്പോൾ എൻ്റെ വാർഡിൽ ഞാൻ മേയറായിരിക്കുമ്പോൾ ചെയ്തത് ഇപ്പോഴും ഇളകിയിട്ടില്ല. 15 വർഷമായി, 13 വർഷമായി, കാരണം ഞാൻ 2 വർഷം ഇപ്പോഴും. അപ്പോൾ അങ്ങനെ റോഡുകൾ ഗുണനിലവാരത്തിലേക്ക് മാറ്റാൻ സാധിച്ചത് ഞാനിപ്പോൾ ഓർത്തെടുക്കണം എൻ്റെ മേയർ ഓർമ്മകൾ. അഭിമാനത്തോടെ ഓർക്കാൻ പറ്റുന്ന ഒരു പദ്ധതി, അഭിമാനത്തോടെ ഓർക്കാൻ പറ്റും. കാരണം സംതിങ് ഡു ബെറ്റർ, അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യുക.